സ്ത്രീ പീഡനാരോപണം നിലനിൽക്കുന്ന സമയത്ത് യാതൊരു മറുപടിയും പറയാതെ യാതൊന്നും മൊഴിയാടാതെ തന്റെ ഭാഗം മാത്രം ന്യായീകരിച്ചു പോയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എടുത്തു കളഞ്ഞിരുന്നു. അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനത്ത്, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും മാറ്റിയിരുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഇറങ്ങിപ്പോകാൻ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇതെല്ലാം നടക്കുമ്പോൾ പതിയെ രാഹുൽ മാങ്കൂട്ടം വേദിയിൽ സജീവമാവുകയും അതുപോലെ പലയിടങ്ങളിലും സജീവമായി എത്തുകയും തന്റെ മണ്ഡലത്തിൽ പോലും ചെറുതായ രീതിയിൽ സജീവമായി എത്തുന്ന സാഹചര്യമുണ്ടായി. ആദ്യമേ തന്നെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ആ പ്രതിഷേധങ്ങൾ ഇല്ലാതായപ്പോൾ ആശാൻ വിചാരിച്ചു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചത്, ഇനി എനിക്കെതിരെ ഒരു കുഴപ്പമില്ല, എനിക്കിനി കൂളായിട്ട് എല്ലാവർക്കും മുന്നിലും എത്താൻ സാധിക്കും, അങ്ങനെ എന്റെ മേലുള്ള ആരോപണങ്ങളെല്ലാം അതോടെ അങ്ങ് തീരുമെന്നുള്ള വ്യാമോഹമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ എല്ലായിടങ്ങളിലും നിരന്തരം സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതുപോലെ BJP ചെയർപേഴ്സണൊപ്പം പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ CPM പാർട്ടി മെമ്പർക്കൊപ്പം പങ്കെടുക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും പങ്കെടുക്കുമ്പോൾ അത് വെറും ഒരു വാർത്തയിൽ മാത്രമായി ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം സ്വയം ഉള്ളിൽ സന്തോഷിച്ച് ആഘോഷിച്ചു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് 266-ാം ദിവസം ആശാ വർക്കർമാരുടെ സമരം അവസാനിക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് VD സതീശനായിരുന്നു. അങ്ങനെ VD സതീശന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് തൊട്ടുമുന്നേ, VD സതീശൻ എത്തുന്നതിന് തൊട്ടുമുന്നേ ആദ്യമേ തന്നെ എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ അവിടുത്തെ ആശാ വർക്കർമാർ കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും സ്നേഹപ്പണി നടത്തുന്നതെല്ലാം വലിയ വാർത്തയായിരുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഇപ്പൊ നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടതുപോലെ വലിയ തരത്തിൽ ആശാ വർക്കർമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അതുപോലെ തന്നെ ആശ്ലേഷിക്കുന്നു, സൗഹൃദം പങ്കുവയ്ക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിച്ച് ആഘോഷിച്ച് സംസാരിക്കുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചത് തന്നെ എല്ലാവരും വീണ്ടും സ്വീകരിച്ചു തുടങ്ങി, താൻ വീണ്ടും പഴയതുപോലെ സജീവമാകാനുള്ള സമയമായി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആശാ വർക്കർമാർക്കിടയിലെ സമരത്തിനെത്തി സജീവമാകുമ്പോൾ തലസ്ഥാന ജില്ലയിൽ വന്നുകൊണ്ട് ഇവിടുത്തെ സജീവമായ സമ്മേളനത്തിൽ വരെ പങ്കെടുക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുകയും ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കുന്ന തൊട്ടു മുന്നേ, അതായത് ഇതൊന്നും മനസ്സിലാക്കാതെ, അത് തനിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പോലും മനസ്സിലാക്കാതെ, വലിയൊരു പണി വരുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ സന്തോഷം പോകുന്ന സമയത്താണ് ഒരു വലിയ ആറ്റം ബോംബ് പോലെ VD സതീശന്റെ പ്രഖ്യാപനം വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉണ്ടെങ്കിൽ സമാപന സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവായ ഞാൻ എത്തില്ല എന്ന് VD സതീശൻ സമരപ്രവർത്തകരോട്, സമരസമിതിയോട് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം വേദിയിൽ ഉണ്ടെങ്കിൽ ആ വേദിയിൽ VD സതീശൻ എന്ന ഞാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെന്ന ഞാൻ അവിടെ ഉണ്ടാകില്ല എന്നും, അങ്ങനെ ഒരു സ്ത്രീ പീഡനമൊപ്പം വേദി പങ്കിടേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ തരത്തിൽ പെട്ടെന്ന് തന്നെ വലിയ തരത്തിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തെ സമരസമിതി ഇത് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ VD സതീശൊപ്പം വേദി പങ്കിട്ട് താൻ വീണ്ടും നല്ല രീതിയിലായി, തനിക്ക് വീണ്ടും ജനസമിതി ഉണ്ടാകുന്നു, താൻ വീണ്ടും പഴയതുപോലെ തന്നെ പാർട്ടിയിൽ സജീവമാകാൻ പോകുന്നുള്ള ആവേശത്തിലിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ തിരിച്ചടിയാകുന്നു. സമരസമിതിയിലെ പ്രവർത്തകർ തന്നെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ചെവിയിൽ പറയുകയും, അതായത് VD സതീശൻ പങ്കെടുക്കില്ല, താങ്കൾ ഈ വേദിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന സമയത്തിടത്തോളം VD സതീശൻ വേദിയിലേക്ക് വരില്ല എന്ന് സമരസമിതി തന്നെ പറഞ്ഞു. ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് വേദി വിട്ട് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചിരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്, VD സതീശൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ് പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ VD സതീശൊപ്പം വേദി പങ്കിടാമെന്നുള്ള ആത്മവിശ്വാസത്തിലും അതുപോലെ അഹങ്കാരത്തിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ആശാ വർക്കർമാരുടെ സമരത്തിലെത്തുന്നത്, അവർക്ക് പിന്തുണയുമായി എത്തുന്നത്, സമാപന സമ്മേളനത്തിൽ എത്തുന്നത്. അവിടെ KK രമയ്ക്കൊപ്പം തന്നെയാണ് VD സതീശൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതായത് VD സതീശൻ എത്തുന്നതും അവിടെ KK രമ അടക്കമുള്ള MLA മാരുണ്ടായിരുന്നു. അവർക്കൊപ്പമാണ് VD സതീശൻ എത്തുന്നതിന് മുന്നേ തന്നെ തുടക്കം മുതൽ ആദ്യമേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്ക് അനുകൂലിച്ചുകൊണ്ട് എത്തുന്നത്, അതുപോലെ തന്നെ ഇവർക്കൊപ്പം സപ്പോർട്ടുമായി എത്തുന്നത്, ഒപ്പം KK രമയ്ക്കൊപ്പം വേദി പങ്കിടുന്നതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് VD സതീശന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. സ്ത്രീ പീഡക ആരോപണം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുന്ന ആ ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം. അതായത് ഈ പറഞ്ഞ സമരസമിതിയുടെ പ്രവർത്തകർ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെവിയിൽ പറയുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. പ്രയാസങ്ങൾ പങ്കുവെക്കാൻ, സന്തോഷം പങ്കുവെക്കാൻ, ദുഃഖം പങ്കുവെക്കാൻ എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയെന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ 8 മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതാണ് അവിടെ നടന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലോട്
വേദിയിൽ വന്ന് തന്നെ വേദിയിൽ ഇരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് സമരസമിതിയുടെ പ്രവർത്തകർ തന്നെ വന്ന് പറയുന്നു, ചെവിയിൽ എന്തോ പറയുന്നു. അത് കേട്ടുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാർ എടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ കാർ എടുത്ത് പോകുമ്പോൾ മാധ്യമ പ്രവർത്തകർ പിന്തുടരുകയും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ പുറത്ത് വന്ന ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ചോദിക്കുന്ന സമയം ഉണ്ടാകുന്നു. ആ ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തരത്തിൽ ക്ഷോഭിക്കുകയും മാധ്യമങ്ങളോട് തട്ടിക്കറിയും നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണം മറുപടി അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ജനയുടെ കേസ് എന്തായി? അത് ഞാൻ പറയട്ടെ പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ദൃശ്യത്തിൽ കണ്ട പോലെ രാഹുൽ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഇതാണോ പണി, ഇതല്ലാതെ വേറൊരു പണിയുമില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതാകുന്നു. പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ഞാൻ ആശാ വർക്കറുടെ സമരത്തിനൊപ്പം തന്നെ ആദ്യം മൂലം നിലനിൽക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഏറ്റവും അധികം MLA ആയതിനു ശേഷം ഞാൻ ആദ്യം തന്നെ പാർലമെന്റിൽ സംസാരിച്ചത്, അതായത് സഭയിൽ സംസാരിച്ചത് ആശാ വർക്കർമാർക്ക് വേണ്ടിയായിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾക്ക് മാധ്യമ മൂല്യം നടത്തി പിന്നീട് കാറിൽ കയറി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് VD സതീശൻ വേദിയിലേക്ക് എത്തുന്നതും ആശാ വർക്കർമാരുടെ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത അതിർത്തി തന്നെ ഉണ്ടായിരുന്നു. ഈ അതിർത്തി എന്നും പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നടപടിയെടുക്കാൻ ആദ്യം മുൻകൈയിട്ട് നിന്നത് യാതൊരു പരാതിയും ഇല്ലാതിരുന്നിട്ടും യാതൊരു തെളിവുകളും ഇല്ലാതിരുന്നിട്ടും ഓഡിയോ ക്ലിപ്പിന്റെ പുറത്ത് മാത്രം VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പരാതി സ്വീകരിക്കുന്നത്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കുന്നതെല്ലാം കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്ന തീരുമാനമെന്നായിരുന്നു VD സതീശൻ പറഞ്ഞത്. മാത്രമല്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും നടപടിയെടുത്തത് തന്നെയാണ്. ആ നടപടിയിൽ യാതൊരു മാറ്റവുമില്ല. ബോധ്യത്തിന്റെ പുറത്താണ് നടപടിയെടുത്തത്, ധാർമ്മികയുടെ പുറത്താണ് നടപടിയെടുത്തതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശൻ പറഞ്ഞു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത നേതാക്കന്മാരിൽ ഒരാളാണ് VD സതീശൻ. കാരണം യുവ നേതാക്കന്മാർ, യുവതലമുറയിലുള്ളവർ എത്രയും വേഗം വളർന്നു വരട്ടെ എന്നും അവർക്ക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും പാർട്ടിയിൽ ഒരുക്കി കൊടുക്കുന്നതും VD സതീശൻ തന്നെയായിരുന്നു. അതേ VD സതീശൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എതിർത്ത് പറയുന്നതും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും രഹസ്യമായും പരസ്യമായും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. കാരണം ഏറ്റവും അധികം വളർന്നു വരണമെന്ന് രാഹുൽ മാങ്കൂട്ടൻ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവാണ് VD സതീശൻ. ആ VD സതീശന് തന്നെ ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏതാണ്ട് മകളെ പോലെന്ന് VD സതീശൻ പറഞ്ഞ നടിക്ക് നേരെ വരെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രകടനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം മോശമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, മോശമായി അപ്രോച്ച് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ VD സതീശൻ നടപടി എടുത്തേ തീരുന്നു, ഒറ്റക്കാലിൽ നിൽക്കുന്നതും നടപടി എടുക്കുന്നതും പാർട്ടിയിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സമയമുണ്ടാകുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടെങ്കിൽ വേദിയിൽ പങ്കെടുക്കില്ല എന്ന് ആദ്യം തന്നെ സമരസമിതി അറിയിക്കുകയും ഉടൻ തന്നെ സമരസമിതി ആൾക്കാർ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞുവിടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും സതീശൻ തന്നെ വന്ന് പങ്കെടുത്ത് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം പോകുമ്പോൾ അതിനുശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി വരികയും വീണ്ടും ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കുകയും വേദിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചിറക്കി എന്ന് പറയേണ്ടി. കാരണം ഞാനുള്ള സ്ഥലത്ത്, ഞാൻ ഇരിക്കുന്ന വേദിയിൽ, ഞാൻ ഉണ്ടാകുന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന പീഡക ആരോപകൻ ഇനി പങ്കെടുക്കണ്ട എന്നുള്ളത് VD സതീശന്റെ മാത്രം തീരുമാനമാണ്. അത് VD സതീശന്റെ ധീരമായ തീരുമാനമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ അവിടെ VD സതീശൻ എടുത്ത നിലപാട് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിച്ചത്. അത് പ്രതിപക്ഷം അടക്കം പറയുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസിനെതിരായി നിൽക്കുന്ന പാർട്ടികൾ പോലും പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സതീശന്റെ നിലപാട് കൃത്യമാണ്. ഒപ്പം തന്നെ സതീശനെ അനുകൂലിക്കുന്ന ഇവിടെ എടുത്തു പറയുമ്പോൾ ഷാഫി പറമ്പിലിന്റെ കോക്കസ് ടീം മാത്രമാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നത്. മറ്റുള്ള എല്ലാവരും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്, കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവിടെ വ്യക്തിക്കല്ല പാർട്ടിക്കാണ് പ്രാധാന്യം എന്നും പാർട്ടിയാണ് എന്നും വളരേണ്ടതെന്നും പറയുന്ന പ്രവർത്തകരാണ് നിൽക്കുന്നത്. മറ്റുള്ളത് ഫാൻസ് മാത്രമാണ്. അണികൾ വേറെ, ഫാൻസ് വേറെ എന്ന് കൂടി നമ്മോട് മനസ്സിലാക്കണം. ഇവിടെ PR വർക്കിലൂടെയും പ്രൊമോഷനിലൂടെയും റീൽസിലൂടെയും ഫോട്ടോയിലൂടെയും ഫാൻ ഫോളോയിങ് കൂട്ടി അതിലൂടെ മാത്രം ജയിച്ചു കയറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡക ആരോപണം ഉണ്ടാവുകയും അതോടുകൂടി കോൺഗ്രസിൽ തന്നെ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവിന് ഏറ്റവും അധികം തടസ്സം നിന്നിട്ടുള്ളത്, ഏറ്റവും അധികം തടസ്സം നേരിട്ടതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കോഴി നിലപാടാണ് എന്നുള്ള ആരോപണം നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാട്ടുകോഴി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടോ, ഗിരിരാജൻ കോഴി എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കൾ
രാഹുൽ മാങ്കൂട്ടത്തിനെ കാലങ്ങൾക്ക് മുന്നേ കോഴിയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വരെ നിലനിൽക്കുമ്പോഴാണ് കൂളായി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് വേദികളിൽ എത്തുന്നതും അതുപോലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നതും സർക്കാർ പരിപാടികളിൽ പോലും പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കമുള്ളവരുടെ ഒപ്പം തന്നെ വേദി പങ്കിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിൽ BJP നേതാക്കൾ ഉണ്ടാകുന്നു, CPM നേതാക്കൾ ഉണ്ടാകുന്നു, മന്ത്രിമാരടക്കമുള്ള വേദിയിൽ പങ്കെടുക്കുന്നു. എന്നാൽ ആ വ്യാമോഹത്തിലാണ് VD സതീശൊപ്പം വേദി പങ്കിടാമെന്നുള്ള ആഗ്രഹത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും വലിയ തരത്തിൽ അവിടെ ആശാവർക്കർമാർക്കൊപ്പം ആഘോഷിക്കുന്നതും. എന്നാൽ VD സതീശൻ ധീരമായ നിലപാടെടുത്തു. ഇവിടെ നിൽക്കാൻ കഴിയില്ല, അതായത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊപ്പം വേദി പങ്കിടാൻ കഴിയില്ല, ഞാൻ അതിന് അനുവദിക്കില്ല എന്ന് തന്നെ VD സതീശൻ ആദ്യമേ തന്നെ നിലപാടെടുത്ത കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വേദി വിട്ട് ഇറങ്ങേണ്ടി വന്നു. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ VD സതീശൻ അടിച്ചിറക്കി വിട്ടു എന്ന് പറയേണ്ടി വരും.